നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാളത്തിലെ പ്രശസ്തമായ ആദ്യകാല നിർമ്മാതാക്കളിൽ ഒരാളാണ് എം.ഒ. ജോസഫ്, അല്ലെങ്കിൽ മഞ്ഞിലാസ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് എത്ര അറിയാമെന്ന് എനിക്കറിയില്ല. മഞ്ഞിലാസ് നിർമ്മിച്ച ഏറിയ പങ്ക് സിനിമകളും സത്യമാഷായിരുന്നു നായകനായത്. സംവിധാനം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്തത് കെ.എസ്. സേതുമാധവൻ സാറായിരുന്നു. മലയാളത്തിലെ പ്രശസ്തമായ രചനകൾ, അത് നാടകമാവട്ടെ, സിനിമയാവട്ടെ, നോവലാവട്ടെ, പ്രശസ്തമായ രചനകൾ സിനിമയാക്കിയതിലും മഞ്ഞിലാസാണ് മുൻനിരയിലെന്ന് പറയാം. അതൊക്കെ കൊണ്ട് തന്നെ മഞ്ഞിലാസ് സിനിമകൾ ശ്രദ്ധേയവും നിലവാരവുമുള്ളതായിരുന്നു. മഞ്ഞിലാസ് എന്ന് പറഞ്ഞ ബാനർ ഒരു കാലത്ത് എന്തായിരുന്നു അതിന് പേര്? മലയാറ്റൂരിൻ്റെ യക്ഷി പൊന്നി, കെ.ടി. മുഹമ്മദിൻ്റെ കടൽപ്പാലം, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം, കെ. സുരേന്ദ്രൻ്റെ ദേവി, എ.ടി. കോവൂരിൻ്റെ പുനർജന്മം, പമ്മൻ്റെ ചട്ടക്കാരി, കാക്കനാടൻ്റെ പറങ്കിമല, തോപ്പിൽ ഭാസിയുടെ തോക്കുകൾ കഥ പറയുന്നു, പമ്മൻ്റെ അടിമകൾ മിസ്സി, പി. അയ്യനത്തിൻ്റെ വാഴ്വ്യമായം, തകഴിയുടെ ചുക്ക്, അനുഭവങ്ങൾ പാളിച്ചകൾ, ഉറൂബിൻ്റെ അണിയറ, മുണ്ടൂർ സേതുനാഥിൻ്റെ കലിയുഗം. ഇങ്ങനെ പ്രശസ്തമായ എഴുത്തുകാരുടെ സൃഷ്ടികളാണ് സിനിമയാക്കിയത്. 26 സിനിമകൾ മഞ്ഞിലാസ് നിർമ്മിച്ചു. മറ്റ് 2 പേരോടൊപ്പം, ആദ്യമായി വേറെ രണ്ട് പേരോടൊപ്പം ചേർന്നാണ് എം.ഒ. ജോസഫ് ഒരു സിനിമ നിർമ്മിച്ചത്, നാടൻ പെണ്ണ്. അതുപോലും ചെമ്പിൽ ജോണിൻ്റെ നോവലായിരുന്നു. സത്യമാഷിൻ്റെ വിടപറയലോടെ അനാഥമായി പോയി മഞ്ഞിലാസും സംവിധായകൻ സേതുമാധവൻ സാറും എന്ന് പറയാം. ഞാൻ അങ്ങനെ പറയും. സത്യമാഷിൻ്റെ മരണത്തിന് ശേഷം മഞ്ഞിലാസിൻ്റെ ലോഗോയിൽ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സത്യമാഷിൻ്റെ മുഖം അതിൽ ചേർത്തിരുന്നു, ടിൻറ്റ് പോലെ. ബാക്ക്ഗ്രൗണ്ടിൽ സത്യമാഷ് വന്നിട്ടാണ് മഞ്ഞിലാസ് എന്ന് വരുന്നത്. പ്രേം നസീറിനെയും ജയനെയും കൊണ്ട് ലക്ഷങ്ങൾ നേടിയവരാരും ഇവരുടെ മരണശേഷം മഞ്ഞിലാസ് കാണിച്ച ബഹുമാനം കാണിച്ചില്ല എന്ന് ഈ തരുണത്തിൽ നമുക്ക് പറയാം. സത്യമാഷിനോട് മഞ്ഞിലാസ് കാണിച്ച ആ കൂറ് നസീർ സാറിനെ വെച്ച് ലക്ഷപ്രഭുക്കളായ എത്ര പേരുണ്ട് ഇല്ലേ? ഇപ്പോഴും പലരും ജീവിച്ചിരിക്കുന്നില്ല, ലക്ഷങ്ങളുണ്ടാക്കിയവർ. അവർ നസീർ സാറിൻ്റെ എന്താ പറയുക, ഒരു ഫോട്ടോ വെച്ച് വിളക്ക് കൊളുത്താലോ ഒന്നും ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല. ജയൻ്റെയും കാണിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം, മഞ്ഞിലാസിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാലിൻ്റെ വിശ്വസ്തനായ എല്ലാമായ ആൻ്റണി പെരുമ്പാവൂർ ആശീർവാദ് പ്രൊഡക്ഷൻസ് തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മളത് കണ്ടത്. ആശീർവാദിൻ്റെ ലോഗോയിൽ മോഹൻലാൽ എന്ന സൂപ്പർ താരം മിന്നിമറിഞ്ഞങ്ങ് പോകുമല്ലോ. എനിക്ക് ആ വിഷ്വൽ കാണുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന മനുഷ്യനോട് സത്യത്തിൽ ബഹുമാനമാണ് തോന്നാറ്. 38 വർഷം മുൻപ് പട്ടണപ്രവേശത്തിൻ്റെ സെറ്റിൽ മോഹൻലാലിൻ്റെ കാർ ഓടിക്കാനായിട്ട്, ഒരു ടെമ്പററി ആയിട്ട് മോഹൻലാലിൻ്റെ കാർ ഓടിക്കാൻ വരികയും, മൂന്നാം മുറ എന്ന് പറഞ്ഞ കേമതുവിൻ്റെ സിനിമയോടെ പേഴ്സണൽ സാരഥിയായി മാറുകയും പതിയെ ചെറിയ വേഷങ്ങളിൽ 1990 മുതൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയതിലൂടെ 10 വർഷം കഴിയുമ്പോൾ 2010 നരസിംഹം എന്ന പണമാരി പടം നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ രംഗത്തേക്ക് കടന്ന ആളാണല്ലോ ആൻ്റണി പെരുമ്പാവൂർ. മലയാള സിനിമാ രംഗത്ത് പണം വാരി പടങ്ങളും ഏറ്റവും അധികം ചെലവ് കൂടിയ സിനിമകളും നിർമ്മിക്കുന്ന നിർമ്മാതാവായി മാറി ആൻ്റണി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വിതരണക്കാരൻ, തിയേറ്റർ ഉടമ എന്ന് തുടങ്ങി ആൻ്റണി പെരുമ്പാവൂർ കഴിഞ്ഞ 25 വർഷം കൊണ്ട് മലയാള സിനിമയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. മാനസിക വളർച്ചയെത്താത്ത ഷാജഹാനെ പോലെ ചിലർ 37 വർഷം കൊണ്ട് വളർന്ന ആൻ്റണിയെ അംഗീകരിക്കാതെ ഇപ്പോഴും ഒരു ഡ്രൈവറായി കാണുന്നു. പൊതുസമൂഹം ഷാജഹാനെ പോലെ ചിന്തിക്കുന്നവരല്ലല്ലോ. ഞാൻ പലപ്പോഴും ആലോചിക്കും, തിരുവനന്തപുരത്തുണ്ടല്ലോ, പക്ഷേ എവിടെയെങ്കിലും വെച്ച് ഷാജഹാനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, തനിക്ക് എന്തിൻ്റെ കേടാണ്? അയാൾക്ക് ആൻ്റണിയെ ഒരു ഡ്രൈവറിനപ്പുറമായിട്ട് കാണാൻ പറ്റുന്നില്ല. മോഹൻലാലിൻ്റെ ബിനാമി, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ഒരുത്തനാണ് ഈ ആൻ്റണി, അല്ല ഈ ഷാജഹാൻ. ഒന്നാമത് അയാളൊരു നോർമലല്ല.
കൂടുതൽ അയാളെപ്പറ്റി പറയുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് കഴിഞ്ഞ വാരം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിൽ പ്രജിത്ത് എന്ന് പറഞ്ഞ ഒരു ലേഖകൻ ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ വലിയൊരു അഭിമുഖം വായിക്കാൻ ഇടവന്നപ്പോഴാണ്. ഞാനത് 2-3 പ്രാവശ്യം വായിച്ചു. ഇൻ്റർവ്യൂവിനിടയിൽ ആന്റണി ലാൽ സാർ എന്ന് എത്ര തവണ പറഞ്ഞുവെന്ന് ഓർത്ത് പറയുക പ്രയാസമാണെന്നാണ് പ്രജിത്ത് പറയുന്നത്. വിവാദങ്ങളും വിജയങ്ങളും ആന്റണിയെ കൂടുതൽ കരുത്തനാക്കിയിരിക്കുന്നുവെന്നും മലയാള സിനിമയുടെ നാളെക്കുറിച്ച് മുൻപൊന്നുമില്ലാത്ത ആത്മവിശ്വാസം ആന്റണിയുടെ വർത്തമാനത്തിലുണ്ടായിരുന്നുവെന്നും പ്രജിത്ത് പറയുന്നു. അതങ്ങനെ തന്നെ വേണ്ടേ പ്രജിത്തെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആന്റണി പെരുമ്പാവൂറായതും ആന്റണി നിർമ്മാതാവായപ്പോൾ ചോദിക്കുന്ന കോടികൾ മുടക്കാൻ ആളെ കിട്ടുന്നതും യൂസഫ് അലി ബായിയെപ്പോലെ രവി പിള്ളയെപ്പോലെ സഹസ്ര കോടീശ്വരന്മാരെ പരിചയപ്പെടാനും ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന മാധവനെ പോലെ കോഴിക്കോട്ടെ ബേബി മെറൈൻ്റെ ഉടമയെപ്പോലെയൊക്കെ ഉള്ളവരെ ചങ്ങാത്തം കൂടാനും ആന്റണിക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന ഒരു ഐക്കൺ ബ്രാൻഡിൻ്റെ പിൻബലത്തിലാണ് പ്രജിത്തെ. അത് ആന്റണി പെരുമ്പാവൂരിൻ്റെ മാത്രം മികവല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു കരുത്തൻ പുറകിലുള്ളതുകൊണ്ട് ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാവരും ഇപ്പോൾ പ്രജിത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്തതടക്കം എല്ലാം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു കൾട്ട് ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ആ നന്ദി കടപ്പാട് മനുഷ്യനാണെങ്കിൽ കാണിക്കണ്ടേ? അതിലെന്താണ് അതിശയിക്കാനുള്ളത്? ലാൽ സാർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലേ അതിശയിക്കാനുള്ളത് എന്നാണ് എനിക്ക് പ്രജിത്തിനോട് ചോദിക്കാനുള്ളത്. ഈ അഭിമുഖത്തിൽ രസകരമായ ചിന്തനീയമായ ആന്റണിയുടെ ചില വർത്തമാനങ്ങളുണ്ട്. പ്രജിത്തിൻ്റെ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുമുണ്ട്. എമ്പുരാൻ സിനിമയ്ക്ക് തുടർച്ച ഉണ്ടാകുമെന്ന് ആന്റണി ഈ അഭിമുഖത്തിൽ പറയുന്നു. 3 ഭാഗമല്ല 10 ഭാഗങ്ങൾ എടുത്താലും കുഴപ്പമില്ല എന്നാണ് ആന്റണിയോട് എനിക്ക് പറയാനുള്ളത്. കാരണം മോഹൻലാലിനെ കണ്ടു കൊതിതീരാത്ത ഞങ്ങൾ മലയാളികൾ ആ 10 ഭാഗം കാണുകയും പക്ഷേ അവയ്ക്ക് ലൂസിഫറിൻ്റെ ക്വാളിറ്റിയെങ്കിലും ഉണ്ടാകണം എന്ന് മാത്രം. അതാണ് പ്രശ്നം. അല്ലാതെ എമ്പുരാൻ പോലെ ആവരുത്. തുടരും സിനിമയിലൂടെ എം രഞ്ജിത്തും തരുൺ മൂർത്തിയും മോഹൻലാൽ എന്ന മലയാളിയുടെ കൊതി തീരാത്ത നായകനെ ഇനിയും വെറുപ്പിക്കരുത് ആന്റണി മുതലാളി എന്നാണ് എനിക്ക് ആന്റണിയോട് പറയാനുള്ളത്. എനിക്ക് ആന്റണിയോട് ഒരു പകയുമില്ല. ആന്റണി എനിക്ക് ഇഷ്ടവുമാണ്. ആന്റണി മറന്നു പോയിരിക്കാം. ഫെഫ്കയുടെ രൂപീകരണ കാലത്തൊക്കെ BTHൽ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കൂടുന്ന റൂമിൽ സ്ഥിരമായി വരുമായിരുന്നു ആന്റണി. പലപ്പോഴും ഞാൻ ആന്റണിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആന്റണിയെപ്പോലെ ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗമായി മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വമ്പൻ സംവിധായകർ പോലും ആന്റണി നിർമ്മിക്കുന്ന സിനിമയുടെ സംവിധായകരാകുന്നുവെങ്കിൽ അയാളെ ബഹുമാനിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. വെറുതെ MBA ഒന്നും പഠിക്കേണ്ടെന്നേ ഞാൻ എൻ്റെ മകനോട് എപ്പോഴും പറയും. MBA ഒന്നും പഠിക്കേണ്ട. DC കിഴക്കമുറി, DC ബുക്സിൻ്റെ ഉടമസ്ഥനായിരുന്ന DC കിഴക്കമുറി സാറിനെയോ ആന്റണി പെരുമ്പാവൂരിനെയോ പഠിച്ചാൽ മതിയെന്ന് ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആന്റണിയുടെ വളർച്ചയോട് ഒരിക്കലും അപമതിപ്പുള്ള ആളല്ല ഞാൻ. ചുമ്മാ വെറുപ്പിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കി സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് വിട്ട സിനിമയിൽ ഞങ്ങൾ സ്വയം സെൻസർ ചെയ്യുന്നു എന്ന് ഹൈപ്പുണ്ടാക്കി സെൻസർ ചെയ്ത സിനിമ തല്ലിപ്പൊളിയാണെന്ന ചിന്തയിൽ തിയേറ്ററിൽ പോകാതിരുന്നവരെ വെട്ടിമുറിക്ക് മുമ്പ് കാണാൻ ഓടിച്ച് തിയേറ്ററിൽ കയറ്റിയും വെട്ടിമുറിച്ചതൊക്കെ ഏതൊക്കെ സീനുകൾ എന്നറിയാൻ പിന്നെയും കയറ്റിയും ലാഭമുണ്ടാക്കിയ പോലുള്ള ഗിമ്മിക്സുകൾ കാണിച്ചല്ല മോഹൻലാൽ സിനിമകളെ വിജയിപ്പിക്കാൻ എന്നാണ് എനിക്ക് ബുദ്ധിമാനായ ആന്റണിയോട് പറയാനുള്ളത്. അതിന് ആന്റണി എം രഞ്ജിത്തിനെ കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയും. എം രഞ്ജിത്തിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവിനെ കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയും. പന്നി വെറും പോലെ 6 മാസത്തിലൊരിക്കൽ സിനിമ പിടിക്കുന്ന നിർമ്മാതാവല്ല എം രഞ്ജിത്ത്. 2 കൺട്രീസ് കോടികൾ നേടിക്കൊടുത്തിട്ടും ഞാൻ മുമ്പ് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞു, 2 കൺട്രീസ് വിചാരിക്കാത്ത വരുമാനം രഞ്ജിത്തിനുണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു പുതിയ ഓടി കാർ വാങ്ങിയിട്ട് അതിൻ്റെ സംവിധായകനായ ഷാഫിയെ കാണാൻ പോയി. ഷാഫിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഷാഫി ഞാനെടുത്ത പുതിയ ഓടിക്കാറാണ്, ആ കലക്കി എന്നൊക്കെ പറഞ്ഞു. ഓടിച്ചു നോക്കണം. എന്തോടിക്കാൻ, എല്ലാ കാറും ഓടിക്കുമ്പോഴല്ലേ, ഇത് ഇത്തിരി കാശ് കൂടിയ വണ്ടി എന്നല്ലേ ഉള്ളൂ, എന്നാൽ ചുമ്മാ ഓടിക്കും എന്ന് പറഞ്ഞ് താക്കോല് കൈ കൊടുത്തു. ഷാഫി കുറച്ച് പേരൊക്കെ ഓടിച്ചിട്ട് കൊണ്ടുവന്ന് തിരിച്ചിട്ട് താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അത് ഷാഫിയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പടം നന്നായിട്ട് ഓടിയപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ ഞാൻ അറിഞ്ഞതൊരു വലിയ തുകയാണ് രഞ്ജിത്തിന് കിട്ടാൻ സാധ്യത. തരുൺമൂർത്തി അടക്കം
ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ രഞ്ജിത്ത് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രഞ്ജിത്ത് ചെയ്യും, അത്തരം ഒരു സ്വഭാവക്കാരനാണ്. തുടരുവിലെത്താൻ എത്ര വർഷം രഞ്ജിത്ത് എടുത്തു എന്ന് ആന്റണി പെരുമ്പാവൂർ പഠിക്കണം. 10-80 കോടി രൂപ കയ്യിൽ കിട്ടിയാലും രഞ്ജിത്ത് നിർമ്മിക്കുന്ന ഒരു സിനിമ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് മിനിമം 2028 നിങ്ങൾ നോക്കിയോളൂ. ഒരു 10-80 കോടി രൂപ രഞ്ജിത്തിന് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു ലാഭം. പക്ഷേ രഞ്ജിത്തിൻ്റെ അടുത്തൊരു പുതിയ സിനിമ വരുന്നത് മിക്കവാറും 2028 അല്ലാതെ അയാൾ ഈ പന്നി വെറും പോലെ ചുമ്മാ തട്ടിക്കൂട്ടി സിനിമ ഉണ്ടാക്കില്ല. എനിക്ക് പറയാനുള്ളത് ആൻ്റണി അത് കണ്ട് പഠിക്കണം എന്നാണ്. കാരണം നിങ്ങൾ മോഹൻലാലിനെ മാത്രം വെച്ചാണ് സിനിമ എടുക്കുന്നത്. തുടരും സിനിമയുടെ കഥ ആദ്യമായി കേട്ടത് 12 വർഷം മുമ്പാണെന്ന് ആൻ്റണി പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ. 12 വർഷം ആ കഥ രഞ്ജിത്ത് വളർത്തിയെടുത്ത് ഒരു പക്ക സിനിമയാക്കി എന്നത് ഇവിടുത്തെ എങ്ങനെയും സിനിമ എടുത്താൽ മതിയെന്ന് പറഞ്ഞ് ചാടുന്ന നിർമ്മാതാക്കൾ മാത്രമല്ല, ആൻ്റണി പെരുമ്പാവൂരും പഠിക്കണം. ഈ 12 വർഷത്തിനിടയിൽ കാശു മാത്രം ചിന്തിച്ച് ആൻ്റണി എത്ര തല്ലിപ്പൊളി സിനിമകൾക്കായി മോഹൻലാലിൻ്റെ മുഖത്ത് ക്യാമറ വെച്ചു എന്ന് ആലോചിക്കേണ്ടതാണ്. ചിന്തിക്കണം, ആൻ്റണി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും അണ്ടർലൈനിട്ട് പറയുന്നു, ആൻ്റണി ഞാൻ ഇതൊന്നും നിങ്ങളോടുള്ള കൊതിക്കറുകൊണ്ട് പറയുന്നതല്ല, തുറന്നു പറയട്ടെ ആൻ്റണി. തുടരും എന്ന സിനിമയുടെ സ്വപ്നതുല്യമായ വിജയത്തിൽ 1% പോലും പങ്കാളിത്തം താങ്കൾക്കില്ല എന്ന് ഞാൻ പറയും. താങ്കൾ അഭിമുഖത്തിൽ പറയുന്നു, ഞാൻ ഈ വർഷം 2 പടം ഇറക്കി, മറ്റേ എമ്പുരാൻ ഭയങ്കര കളക്ഷൻ ഉണ്ടാക്കി, അതിൻ്റെ പുറകെ ഞാൻ തുടരും വിതരണത്തിനെടുത്തു എന്ന് പറയുന്നു. തുടരും വിതരണത്തിന് എടുത്തു, താങ്കൾക്ക് 6-7 കോടി രൂപ അതിൻ്റെ നോക്കുകൂലി കിട്ടുകയും ചെയ്യും. പക്ഷേ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ വിജയവുമായിട്ട് ആൻ്റണിക്ക് 1% പോലും ബന്ധമില്ല എന്ന് ഞാൻ പറയും. അത് ഫിലിം ബൈ എം രഞ്ജിത്ത് എന്ന് എഴുതി കാണിക്കേണ്ട ചിത്രമാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ രഞ്ജിത്തിൻ്റെ പരിശ്രമമാണ് ആ സിനിമ. ഈ കഥ വെച്ച് എത്ര സംവിധായകരെ വെച്ച് പ്ലാൻ ചെയ്തതാണ് രഞ്ജിത്ത്. 2 ചെറിയ സിനിമകളിലൂടെ തനിക്ക് സിനിമ എന്ന മീഡിയം നന്നായി അറിയാം എന്ന് തെളിയിച്ച തരുൺ മൂർത്തിയിലേക്ക് രഞ്ജിത്ത് അല്ലാതെ ആര് ലാൻഡ് ചെയ്യും? ആൻ്റണിയാണെങ്കിൽ പോവുമോ? ആൻ്റണി പ്രബലരായ ഏതെങ്കിലും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു 5 സംവിധായകരെ നോക്കിയിട്ട് അതിലെ ആരെങ്കിലും ഒരാളെയല്ലേ എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സംവിധായകന്മാരുണ്ടല്ലോ അതിലൊരാളെയല്ലേ എടുക്കൂ. പക്ഷേ രഞ്ജിത്ത് ചെയ്തതല്ല. ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കയും ചെയ്ത തരുൺ മൂർത്തിക്ക് തുടരും വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് രഞ്ജിത്ത് ചിന്തിച്ചിടത്താണ് ആ സിനിമയുടെ ജാതകം കുറിച്ചത്. വിവാദങ്ങൾ ആൻ്റണിയെ കരുത്തനാക്കിയെന്ന് പ്രജിത്ത് പറയുന്നു. ശരിയാ, വിവാദങ്ങൾ ആൻ്റണിക്ക് ലാഭമുണ്ടാക്കിയിരിക്കാം. ഗോകുലം ഗോപാലൻ കൈ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ലയിക്ക കൈവിട്ട എമ്പുരാൻ്റെ സ്ഥിതി എന്താകുമായിരുന്നുവെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും ആൻ്റണിക്ക് നന്നായി അറിയാമായിരിക്കും. പ്രജിത്തെ, സിനിമാക്കാർക്കും അത് നന്നായിട്ട് അറിയാം. 2 മാസത്തിനുള്ളിൽ 2 വലിയ വിജയങ്ങൾ. ആശീർവാദ് നിർമ്മിച്ച എമ്പുരാനും വിതരണത്തിനെടുത്ത തുടരും സിനിമയും മലയാളത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രജിത്ത് വീണ്ടും പറയുന്നു. എമ്പുരാൻ വലിയ ലാഭമുണ്ടാക്കിയ സിനിമയായിരിക്കാം. അതിനപ്പുറം എമ്പുരാൻ മോഹൻലാലിന് വരുത്തിയ വലിയ ഡാമേജാണ് പ്രജിത്തെ എന്ന് ഞാൻ പറയും. എമ്പുരാൻ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ഒരു ഗുണവും ഉണ്ടാക്കിയിരിക്കില്ല. കുറേ കോടികൾ കിട്ടിയിരിക്കാം, പക്ഷേ ഒരു നടൻ്റെ യാത്രയിൽ വലിയ ഡാമേജാണ് വരുത്തിയതെന്ന് ഞാൻ പറയും. മോഹൻലാൽ സിനിമ എന്ന ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ലാൽ ആരാധകരെ ചതിച്ചു എന്നാണ് മോഹൻലാൽ എന്ന അഭിനേതാവിനെ ആരാധിക്കുന്നവർ പറയുന്നത്. ഈ സത്യമെങ്കിലും തിരിച്ചറിയണമായിരുന്നു. പ്രജിത്ത് പൊക്കിയടിക്കുന്നത് ഈ സത്യമൊന്നും അറിയാതെയാണെന്ന് ഞാൻ പറയും. ടെക്നിക്കൽ പെർഫെക്ഷൻ അല്ല ഒരു സിനിമയുടെ മഹത്വം, തള്ളുകളുമല്ല. പടത്തിൻ്റെ കഥ പറച്ചിൽ എന്താണ് എന്നതാണ് മുഖ്യം. തിരക്കഥയിലായാലും സംവിധാനത്തിലായാലും ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്ന നിലയിൽ എമ്പുരാൻ്റെ സ്ഥാനം എവിടെയായെന്ന് എമ്പുരാൻ്റെ അണിയറ ശില്പികൾ വീണ്ടും 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 ആലോചിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. മുരളി ഗോപിയും പൃഥ്വിരാജും ഈ വിഷയം ചിന്തിച്ചിരിക്കാം ഇപ്പോഴെന്നാണ് ഞാൻ കരുതുന്നത്. ആൻ്റണി ചിന്തിക്കില്ല, കാരണം പടം കാശ് വാരിയതുകൊണ്ട് ആ ചിന്ത മാത്രമേ ആൻ്റണിക്കുണ്ടാവൂ. പിന്നെ തുടരും ഇതുപോലുള്ള മോഹൻലാലിൻ്റെ സിനിമകളിൽ 1ാം സ്ഥാനക്കാരൻ അല്ലെങ്കിൽ അതിൽ 1ാം കാരണക്കാരൻ എം രഞ്ജിത്തും 2ാം സ്ഥാനക്കാരൻ തരുൺ മൂർത്തിയുമാണെന്ന് പ്രജിത്തെങ്കിലും അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻ്റണി പെരുമ്പാവൂരിന് തുടരും എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ 2 അംബാസഡർ കാർ ആ പടത്തിലുണ്ടല്ലോ, ആ 2 അംബാസഡർ കാറിനുള്ള സ്ഥാനം പോലും തുടരും എന്ന ചിത്രത്തിൽ
ആൻ്റണി പെരുമ്പാവൂരിനില്ല എന്ന് ഞാൻ പറയും. അതൊരു രഞ്ജിത്ത് സിനിമയാണെന്നേ. അത് രഞ്ജിത്തിൻ്റെ തലയിൽ ഉദിച്ച, രഞ്ജിത്ത് വർക്കൗട്ട് ചെയ്ത, രഞ്ജിത്ത് അതിലാരൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, സംവിധായകൻ ആരാകണം എന്നുള്ള A to Z കാര്യങ്ങൾ രഞ്ജിത്തിലൂടെ കടന്നുപോയ സിനിമയാണ് തുടരും എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തുടരും എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരേ കളറിലുള്ള കറുത്ത നിറത്തിലുള്ള കാറുകൾക്കുള്ള സ്ഥാനം പോലും ഞാൻ ആൻ്റണി പെരുമ്പാവൂരിന് കൊടുക്കില്ല. പക്ഷേ പ്രജിത്ത് പറയാണ് 2 മാസത്തിനുള്ളിൽ 2 സിനിമ സൂപ്പർ ഹിറ്റായ 2 സിനിമ ഉണ്ടാക്കിയെന്ന്, തുടരും അങ്ങ് വിടൂ, ലൂസിഫറിൽ കുറേ കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. 1 മാസം കൊണ്ട് തിയേറ്ററുകളിൽ നിന്നും നേടാവുന്നത് 10 ദിവസം കൊണ്ട് എങ്ങനെ നേടാം എന്ന് മാത്രമാണത്രേ എമ്പുരാനെ പറ്റി ചിന്തിച്ചത്. അത് തെറ്റാണ് ആൻ്റണി, അങ്ങനെ ചിന്തിക്കരുത്. 1 മാസം കൊണ്ട് എത്ര രൂപ നേടാമെന്നുള്ളത്, ആ പൈസ നമുക്ക് 10 ദിവസം കൊണ്ട് എങ്ങനെ വളഞ്ഞ വഴിയിലൂടെ നേടാമെന്ന് ചിന്തിക്കരുത്. അത് മോഹൻലാലിന് ഡാമേജ് വരുത്തും എന്നുള്ള ഒരു ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് ആ സിനിമ കണ്ടേ മതിയാകൂ എന്ന ചിന്ത പ്രേക്ഷകരിൽ വളർത്തിയത്രേ. അതിനാണല്ലോ ഈ കള്ള വാർത്തകളൊക്കെ ഉണ്ടാക്കിയത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നു, ED വരുന്നു, KD വരുന്നു, മറ്റത് വരുന്നു, മറിച്ച് വരുന്നു, BJPക്കാരന്മാരും RSSകാരും ഒക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തള്ളക്കി വിളിക്കുന്നു. ഈ ഹൈപ്പ് ഉണ്ടാക്കിയത് 1 മാസം കൊണ്ട് നേടാവുന്ന വരുമാനം എങ്ങനെ 10 ദിവസം കൊണ്ട് നേടാം എന്നുള്ളതിനുള്ള പ്രവൃത്തിയാണെന്ന് പറയാതെ പറയുന്നു ആൻ്റണി എന്ന് പറയാം. അങ്ങനെ ഒരു ആവേശത്തിലാണ് അവർ എമ്പുരാനെ സ്വീകരിച്ചത്. അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചത്രേ. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ എന്താ പറയുക, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ചെന്നാണല്ലോ ഭീകര ക്യാമ്പുകളെ ഇന്ത്യൻ വ്യോമസേന നിലംപരിശാക്കിയത്. അത് കണ്ടപ്പോൾ പാകിസ്ഥാൻ ഒരു തള്ളിയല്ലോ. ഇന്ത്യയുടെ വിമാനങ്ങളെ എല്ലാം വെടിവെച്ചിട്ടു, ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സിനിമ കാണാനല്ല എന്നൊക്കെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് തള്ളുപോലെയാണ്. എന്താ പറയുക, ഞങ്ങൾ 1 മാസം കൊണ്ട് കാണാനുള്ള സിനിമയെ 10 ദിവസം കൊണ്ട് ആളുകളെ തിയേറ്ററിൽ കയറ്റിയെന്ന് ഉള്ള തള്ളുകൾ വെച്ച് ആൻ്റണി പറയുന്നതെന്ന് ഞാൻ പറയും. പ്രേക്ഷകർ വീണു, നിങ്ങളുടെ തള്ളിൽ പ്രേക്ഷകർ വീണു എന്നുള്ളത് സത്യം. പക്ഷേ ആൻ്റണി ഓർക്കണം, മലയാളികളോടാണ് ഈ തള്ളിമറിക്കൽ നടത്തി വിജയിച്ചത്. അവരതിന് മറുപടി തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു നാടോടിക്കാറ്റിനോ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിനോ കൊടുത്ത ഹൈപ്പ് പോലും കൊടുക്കാതെയാണ് രഞ്ജിത്ത് തുടരും എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലെത്തിച്ചത്. സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ശേഷമാണ് ചുട്ടുപൊള്ളുന്ന പനിക്കിടയിൽ നിന്നും വന്നാണ് ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കാൻ ലാലേട്ടൻ സഹകരിച്ചതെന്നൊക്കെയുള്ള കഥകൾ രഞ്ജിത്ത് പറയുന്നത്. ആൻ്റണി ആയിരുന്നുവെങ്കിൽ ട്രിപ്പ് ഇട്ടുകൊണ്ടാണ് ലാൽ സാർ ചാടിയത് എന്നൊക്കെ തള്ളി മറിച്ചനെ പടം വരുന്നതിന് മുമ്പേ തന്നെ. തുടരും സിനിമ പ്രദർശനത്തിന് എത്തിയ ദിവസമോ അടുത്ത ദിവസമോ തന്നെ കാണണമെന്ന് വാശി പ്രേക്ഷകർക്കുണ്ടായിരുന്നില്ല എന്നാണ് ആൻ്റണി പറയുന്നത്. ശരിയാ, തള്ളിമറിക്കാതെ, ഒരു കട്ടൗട്ടർ പോലും വയ്ക്കാതെ, ഫാൻസുകാരെ കൊണ്ട് പുഷ്പവൃഷ്ടി പാലഭിഷേകം ഒക്കെ നടത്താതെ, ഫാൻസ് ഷോ പോലും വയ്ക്കാതെ മോഹൻലാൽ എന്ന നടനെ വിശ്വസിച്ചൊരു സിനിമ ചെയ്താൽ ആ സിനിമയെ ഇന്നും മലയാളി ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്ന് നല്ല ബിസിനസ്സുകാരനായ രഞ്ജിത്തിന് അറിയാമായിരുന്നു എന്നുള്ളത് ആൻ്റണിക്കും ഒരു പഠന വിഷയമാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം മുഴുവൻ ഒന്നിച്ച് കളിച്ച് പ്രേക്ഷകരെ പറ്റിച്ച് കാശ് വാരി കൂട്ടണമെന്നും രഞ്ജിത്ത് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് 209 തിയേറ്ററുകളിലോ മറ്റോ ആണ് തുടരും ആദ്യം റിലീസ് ചെയ്തത്. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറിയപ്പോൾ അത് 400 സ്റ്റേഷനുകളിലായിരിക്കുന്നു. മെല്ലെ തിന്നാൽ പനയും തിന്നാമെന്ന പഴമൊഴി രഞ്ജിത്ത് പഠിച്ചിട്ടുണ്ടാവും, ആൻ്റണി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. എമ്പുരാന് തീർച്ചയായും തുടർച്ച ഉണ്ടാകുമെന്നാണ് ആൻ്റണിയുടെ ഉറപ്പ്. കഥ ഞങ്ങളങ്ങനെ എന്താ പറയുക പറഞ്ഞു നിർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. എമ്പുരാനിൽ ഞങ്ങൾ കഥ പറഞ്ഞു നിർത്തിയത് അടുത്ത ഭാഗം ഉണ്ട് എന്ന് പ്രേക്ഷകർ ചിന്തിക്കാൻ വേണ്ടിയാണ്. നിലവിൽ കണ്ട പല കാഴ്ചകളും പൂർത്തിയാക്കാൻ 3-ാം ഭാഗം വന്നേ മതിയാവൂ എന്നാണ് ആൻ്റണി പറയുന്നത്. അതായത് 2-ാം ഭാഗത്തിൽ ഞങ്ങൾ പല സീനുകളും പലയിടത്തും കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി എന്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി 3-ാം ഭാഗം ചെയ്തേ പറ്റൂ എന്നാണ് ആൻ്റണി പറയുന്നത്. പ്രേക്ഷകർ അത് പ്രതീക്ഷിക്കുന്നത്രേ. മനോഹരമായ കമൽഹാസൻ നായകനായ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഡബിൾ റോളിൽ അഭിനയിച്ച ഒരു സിനിമയുടെ 2-ാം ഭാഗം ഇതുപോലെ തള്ളിമറിച്ച് തിയേറ്ററിൽ നിന്നും കൂട്ടിക്കെട്ടിയത് അല്ലെങ്കിൽ കൂകിക്കെട്ടിയത് ആൻ്റണി അറിയണം. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ 3-ാം ഭാഗം എടുത്ത് വച്ചിട്ടുണ്ട്. തിയേറ്ററിലെത്തിക്കണോ OTTയിലാക്കണോ എന്ന ഉറപ്പില്ലാതെ കമൽഹാസനെ പോലെ ഒരു ഉലക നായകൻ അഭിനയിച്ച സിനിമ ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ ആൻ്റണി ഓർക്കേണ്ട കാര്യമാണെന്ന് ഞാൻ പറയും. നാടോടിക്കാറ്റ് പട്ടണ പ്രവേശമായപ്പോൾ എന്തായി എന്ന് ആൻ്റണിക്കറിയാമായിരിക്കും. പിന്നെ അത് അക്കരെയാകുകയും
സത്യൻ അന്തിക്കാട് മാറി പ്രിയദർശൻ വന്നപ്പോൾ എന്തായി എന്നും മൂന്നാം ഭാഗം എടുക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം ആലോചിക്കണം എന്ന് ഞാൻ പറയും. അന്യനാടുകളിൽ വലിയ സ്വീകാര്യത മലയാള സിനിമയ്ക്ക് നേടിക്കൊടുക്കാൻ എമ്പുരാനായത്രേ എന്നാണ് ആൻ്റണിയുടെ അടുത്ത തള്ള്. ആൻ്റണിയോട് എനിക്ക് പറയാനുള്ളത് 1965 ചെമ്മീൻ എന്ന ഒരു കൊച്ചു പടം 60 വർഷം മുമ്പ് വിദേശത്ത് നേടിയെടുത്ത ഹൈപ്പും അതിൻ്റെ സംവിധായകൻ തൃശ്ശൂർ നാട്യക്കാരൻ രാമു കാര്യേട്ടന് കിട്ടിയ ബഹുമാനവും 22-23 ലക്ഷത്തിൽ തീർത്ത ആ സിനിമ, അന്നത്തെ കാലത്ത് 23 ലക്ഷം രൂപയായ സിനിമയാണ്. കൺമണി ബാബുവിന് നേടിക്കൊടുത്ത തുകയിൽ നിന്നും എറണാകുളത്ത് കവിതാ തിയേറ്റർ കെട്ടിയ കഥയുമൊക്കെ പാപം ആൻ്റണി പെരുമ്പാവൂരിന് അറിയാനിടയില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു തള്ളിമറിക്കലും ഇല്ലാതെയാണ് ചെമ്മീൻ പ്രേക്ഷകർ സ്വീകരിച്ചതെന്നും ഒന്നുമില്ലെങ്കിലും പ്രജിത്തെങ്കിലും അറിയണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കൊറിയൻ സിനിമകൾ തേടിപ്പിടിച്ച് OTTയിൽ കാണുന്നത് പോലെ അന്യഭാഷക്കാർ, അന്യദേശക്കാരെന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയണ്ട, അന്യഭാഷക്കാർ മലയാളം സിനിമകൾ തേടിപ്പിടിച്ച് കാണുന്നുണ്ടത്രേ എമ്പുരാൻ വന്നതിന് ശേഷം എന്നാണ് ആൻ്റണി സാർ പറയുന്ന അടുത്ത കമൻറ്റ്. ഇന്ന് ഓവർസീസ് മാർക്കറ്റ് വലുതാക്കുന്നതിൽ OTT വലിയ പങ്ക് വഹിച്ചത്രേ. സിനിമ മുതലായി എന്ന അവസ്ഥയല്ല, മറിച്ച് ലാഭത്തിലായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നാണ് കച്ചവടക്കാരനായ ആൻ്റണി സാർ പറയുന്നത്. അന്യദേശങ്ങളിൽ മറ്റു ഭാഷാ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത മലയാള സിനിമയ്ക്കും ലഭിച്ചു തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ആൻ്റണിയോട് പറയാനുള്ളത്, കഴിഞ്ഞ 8 വർഷത്തെ ഇന്ത്യൻ സിനിമകളിൽ അമേരിക്കയിൽ പണം വാരിയ 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് ആൻ്റണിക്ക് അറിയാമോ, പ്രജിത്തിനറിയാമോ എന്ന് എനിക്കറിയില്ല. ബാഹുബലി $20.8 ദശലക്ഷം അമേരിക്കയിൽ നിന്ന് നേടിയത്. കൽക്കി 18.6 ദശലക്ഷമാണ് നേടിയത്. പഠാൻ $17.5 ദശലക്ഷം. പുഷ്പ 2 15.3, ജവാൻ 15.2, അനിമൽ 15, RRR 14.3, ദ നെയിം സേക്ക് 13.6, ദങ്കൽ 12.4, പത്മാവത് 12.2 ദശലക്ഷം അമേരിക്കയിൽ നിന്ന് നേടി എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഏതെങ്കിലും ഒരു പടം ഇങ്ങനെ ഒന്നും നേടി ഇതുവരെ എടുത്തിട്ടില്ല. എമ്പുരാൻ എടുത്തു എന്നൊക്കെ, അല്ലെങ്കിൽ എമ്പുരാൻ അതിന് തുടക്കം കുറിച്ചു എന്നൊക്കെ ആൻ്റണി പറയുന്നു. ആന ചെയ്യുന്നതൊക്കെ ആട് ചെയ്യരുത്. ഈ പറഞ്ഞ ഏത് സിനിമയുമായി എമ്പുരാനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ആൻ്റണിയാണ് പറയേണ്ടത്. എന്നാൽ വരവും ചെലവും ക്വാളിറ്റിയും കൊണ്ട് തുടരും എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ആൻ്റണി ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും അറിയാത്തവരാണ് മാതൃഭൂമി പത്രം വായിക്കുന്നവർ എന്നാണോ ആൻ്റണി കരുതുന്നത് എന്നെനിക്കറിയില്ല. ആൻ്റണി അങ്ങനെ കരുതിയാലും ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ പോലെ ആൻ്റണി പറയുന്നതൊക്കെ കേട്ടിട്ട് പോന്ന് അത് എഴുതി അടിക്കാൻ കൊടുക്കുന്നത് ശരിയാണോ എന്ന് പ്രജിത്ത് ചിന്തിക്കണം. മോഹൻലാൽ സാറിനെ പോലൊരാൾ ഒപ്പമുള്ളപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയക്കേണ്ടതില്ല എന്നാണ് ആൻ്റണിയുടെ ഒരു ബലം. അത് 100% ശരിയാണ്. ലാൽ സാർ നായകൻ എന്ന് പറഞ്ഞാൽ ഒരു 100 കോടി സംഘടിപ്പിക്കാനാവും ഇന്നത്തെ കാലത്ത് ആൻ്റണിക്ക്. അത് വച്ചൊരു സാധനം തട്ടിക്കൂട്ടി 180 കോടി ചിലവായി എന്ന തള്ളൽ തള്ളിയാൽ തിയേറ്ററുകളിൽ നിന്നും വലിയൊരു അഡ്വാൻസ് പിരിക്കാനാവുമെന്നും എനിക്കറിയാം. അതുപോലെ തന്നെ OTT, ഓവർസീസ്, ചാനൽ റൈറ്റ്, ഫ്ലൈറ്റ് റൈറ്റ്, മറ്റേ റൈറ്റ്, മറിച്ച റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോടികൾ കൂടി വാരാം. തിയേറ്ററിലെത്തും മുമ്പ് ചിലവായ തുകയും ഇരട്ടി ലാഭവും നേടുകയും ചെയ്യാം. തിയേറ്ററിൽ മോഹൻലാലിന് വിശ്വസിച്ച് കയറുന്ന ഫാൻസുകാർ അടക്കം ഇറങ്ങിപ്പോകുമ്പോൾ തള്ളയ്ക്ക് തെറി പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് 80 കോടി മുടക്കിയപ്പോൾ 90 കോടി ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ആൻ്റണി എന്നാണ് ഖേദത്തോടെ, വിഷമത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം മോഹൻലാൽ എന്ന മലയാളിക്ക് കണ്ടു കൊതി തീരാത്ത അഭിനയ പ്രതിഭയുടെ കരിയറിനല്ലേ ആൻ്റണി സാറേ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കുന്നത്? ഈ ചിന്ത ആദ്യം വരേണ്ടത് മോഹൻലാൽ സാറിനും പിന്നെ ആൻ്റണി സാറിനുമാണ് എന്നാണ് എൻ്റെ പക്ഷം. തുടരും സിനിമയുടെ സ്വപ്നതുല്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള മഹാവിജയം നിങ്ങളെ രണ്ടുപേരെയും പുതിയ പാഠം പഠിപ്പിക്കാൻ അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ പടച്ചുവിട്ട ഒരു കൂതറ 3D പടമുണ്ടല്ലോ,
വർഷങ്ങളോളം ജിജോ എന്ന സിനിമ അറിയുന്ന പ്രതിഭ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വച്ചതിനെയൊക്കെ മാറ്റിമറിച്ച് കളക്ഷൻ ഹിറ്റാക്കാനായി ജിജോയുടെ കീഴിൽ സിനിമ പഠിക്കാമെന്ന സാറിനെ കൂട്ടി ചളകൊളമാക്കി സംവിധാനം മോഹൻലാൽ എന്ന് എഴുതി കാണിച്ച് പറ്റിച്ചതുപോലെയുള്ള സാധനങ്ങൾ ഇനിയും തുടർന്നാൽ താങ്കൾ പറയും പോലെ ലാൽ സാറിൽ പ്രേക്ഷകർ അർപ്പിച്ചിട്ടുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും സ്ക്രാപ്പാക്കി തൂക്കിവിറ്റാൽ അത് വലിയൊരു അഭിനയ പ്രതിഭയെ നിർത്തി പറ്റിക്കുന്നതാവില്ലേ എന്നാണ് എനിക്ക് ആൻ്റണിയോട് ചോദിക്കാനുള്ളത്. പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളുടെ കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെപ്പറ്റിയും ആൻ്റണി സംസാരിക്കുന്നു. ആശീർവാദ് നിർമ്മിക്കുന്ന കഥകളല്ല, ഞാനും ലാൽ സാറും ചേർന്നിരുന്ന് കേൾക്കും. അത് ന്യായം, കാരണം നിർമ്മാതാക്കൾ കേൾക്കണമല്ലോ. ലാൽ സാർ അഭിനയിക്കുന്ന മറ്റുള്ളവരുടെ സിനിമകളുടെ കഥ കേൾക്കാൻ ഞാൻ ഇരിക്കാറില്ല എന്നാണ് ഈ അഭിമുഖത്തിൽ ആൻ്റണി പറയുന്നത്. സംവിധായകൻ രഞ്ജിത്ത് അടക്കം ഇടയ്ക്ക് പിണങ്ങിയത് എന്തിനാ ആൻ്റണി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൻ്റണി മോൻ ആദ്യം കേൾക്കട്ടെ കഥ, പിന്നെ ഞാൻ കേൾക്കാമെന്ന് ലാൽ സാർ പറയാറില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ആൻ്റണി പെരുമ്പാവൂരിന് പറയാൻ പറ്റുമോ? അന്ന് പറയുന്നത് ഞാൻ ലാൽ സാർ മറ്റുള്ളവരുടെ പടങ്ങളിൽ അഭിനയിച്ചാൽ ഞാൻ അതിൻ്റെ കഥ കേൾക്കാൻ ഇരിക്കാറില്ല എന്നാണ്. രഞ്ജിത്ത് പിണങ്ങിപ്പോയി ഇടയ്ക്ക്. സത്യേട്ടൻ പിണങ്ങിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സത്യേട്ടന് ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടല്ലോ. ലാൽ സാറിനെ വന്ന് കണ്ട് സംസാരിച്ച് ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത്, ഒരു നിർമ്മാതാവ് സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർക്കാണ് ആ സിനിമ മികച്ചതാക്കാനുള്ള ഉത്തരവാദിത്വം. ലാൽ സാറിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് എന്നൊക്കെയാണ് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. ബറോസ് എഴുതി കുറേയൊക്കെ ചിത്രീകരിച്ച ജിജോയോട് താങ്കളടക്കം അതാണോ നിർവഹിച്ചത്? അല്ലല്ലോ ആൻ്റണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടിയെ നായകനാക്കി സന്തോഷ് ശിവൻ കുഞ്ഞാലിമരയ്ക്കാർ എടുക്കാൻ തയ്യാറെടുത്തപ്പോൾ മലയാളം എഴുതാൻ അറിയാത്ത IV ശശിയുടെ മകൻ എഴുതിയതെന്ന് പറഞ്ഞ ഒരു തിരക്കഥയിൽ എന്താ പറയുക, നിങ്ങൾ തട്ടിക്കൂട്ടി എടുത്തതാണല്ലോ കുഞ്ഞാലിമരയ്ക്കാർ. കഞ്ഞി എടുക്കട്ടോ കുഞ്ഞാലിമരയ്ക്കാർ എന്നല്ലാതെ ആ പടത്തിൽ എനിക്കൊന്നും ഓർമ്മയില്ല. ആ കഞ്ഞി ഡയലോഗ് മാത്രമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അതെടുത്തത് മുതൽ ലാൽ സാറിൻ്റെ കരിയറിൽ എത്ര വിള്ളലുകൾ നിങ്ങളെല്ലാം കൂടി ചേർന്ന് വീഴ്ത്തി എന്ന് ആൻ്റണി സാറിനോട് ഞാൻ ചോദിക്കുന്നു. കോവിഡ് കാലത്ത് തട്ടിക്കൂട്ടിയ 4 ലാൽ സാർ പടങ്ങൾ 80 കോടിക്ക് വിറ്റിട്ട് ലാൽ സാറിൻ്റെ പ്രേക്ഷക പ്രീതിയെ വിറ്റ് തുലച്ചത് നിർമ്മാതാവായ താങ്കളുടെ നേതൃത്വത്തിലായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആൻ്റണി സാർ എന്ത് ഉത്തരം പറയും? ആ കോവിഡ് കാലത്ത് ഞങ്ങൾ സിനിമ ചിത്രീകരിച്ചു, കുറേ പേരുടെ അന്നമല്ലേ എന്ന് പറഞ്ഞാണ് ചിത്രീകരിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. 4 സിനിമയാണ് ഹോട്ട്സ്റ്റാറിന് 80 കോടി രൂപയ്ക്ക് വിറ്റത്. എത്ര രൂപ ചിലവായെന്ന് ആൻ്റണി പറയട്ടെ, മോഹൻലാൽ പറയില്ലല്ലോ. പ്രജിത്തിന് ഇതൊന്നും അറിയാത്തത് ആൻ്റണിയുടെ ഭാഗ്യം എന്ന് ഞാൻ പറയും. ഇപ്പോൾ മാതൃഭൂമിക്ക് വേണ്ടി ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ആൻ്റണിയോട് ചോദിക്കും. പാവം പ്രജിത്തിന് അതൊന്നും അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. തുടരും സിനിമയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മഹാവിജയം ആദ്യം താങ്കളെയും പിന്നെ ലാൽ സാറിനെയും മാറി ചിന്തിക്കാൻ ഇടയാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ആവാം എമ്പുരാൻ്റെ 2ാം ഭാഗം അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ 3ാം ഭാഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആൻ്റണി സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ആൻ്റണി പെരുമ്പാവൂർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു 100 വട്ടം ചിന്തിക്കണം. കഴിയുമെങ്കിൽ ലാലേട്ടനും ഇത് കേൾക്കാൻ കൊടുക്കണം. അദ്ദേഹവും കേട്ട് പഠിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലിരുന്ന് ആലോചിക്കണം, നമ്മളിങ്ങനെയൊക്കെ പറ്റിച്ചത് ഇയാളെങ്ങനെ ഇങ്ങനെ കൃത്യമായി പറയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ തുടരും എന്ന് പറഞ്ഞ സിനിമ, മോഹൻലാൽ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ കണ്ടു കൊതി തീരാത്ത മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭയെ ഇനിയും കാണണമെന്ന് ആകാംക്ഷയുള്ളവരിൽ ഒരാളാണ് ഞാൻ. ഭാഗ്യമുണ്ടെങ്കിൽ ഓണത്തിന് വരുന്ന ആശീർവാദ് തന്നെ നിർമ്മിക്കുന്ന സത്യനന്ദിക്കാൻ്റെ പടവും നന്നായി ഓടട്ടെ. അങ്ങനെ 2 പടം ഓടിയാൽ തീർച്ചയായിട്ടും മോഹൻലാൽ പഴയ ഫോമിലെത്തും. ആ ഫോമിലെത്തുമ്പോൾ ലൂസിഫറിൻ്റെ 3ാം ഭാഗം എടുത്ത് അല്ലെങ്കിൽ എമ്പുരാൻ്റെ 2ാം ഭാഗം എടുത്ത് ആ കരിയറിനെ നശിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സ്നേഹബുദ്ധിയാ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിൽ വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ആൻ്റണി ഇഷ്ടമാണ്. കാരണം ആൻ്റണി നല്ല വിറ്റെടുക്കാൻ അറിയാവുന്ന നല്ല ബിസിനസ്മാനാണ്. ഒരു അച്ചടക്കമില്ലാത്ത സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു അച്ചടക്കവുമില്ലാതെ ജീവിച്ചിരുന്ന മോഹൻലാലിനെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് കോടികൾ സമ്പാദിക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്ത ആളാണ് ആൻ്റണി പെരുമ്പാവൂർ. ഒരിക്കലും ഷാജഹാനൊക്കെ പറയുന്ന പോലെ പമ്പര വിട്ടിത്തരമൊന്നും ഞാൻ പറയില്ല. ആൻ്റണി ബുദ്ധിമാനാണ്. ഇനിയെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് എത്ര കോടി നോക്കുകൂലി വില വാങ്ങിക്കാമെന്ന് ചിന്തിക്കാതെ ഒരു 100 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അത് 100 എന്നേ പറയാവൂ, 180 കോടിയായെന്ന് പറയരുത്. എന്നിട്ട് ആ 100 കോടി രൂപയ്ക്ക് ഒരു സിനിമ എടുത്ത് തിയേറ്ററിൽ കൊണ്ടുവന്നാൽ, ഇപ്പോൾ എൻ്റെ മകൻ പറയുന്നു, ഇപ്പോൾ തുടരും കാണണമെങ്കിൽ അവിടെ 1200 രൂപ എന്താണ് ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 1200 രൂപയാണ് ഒരു ടിക്കറ്റിന്.
അങ്ങനെ സിനിമ കാണാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് കയറുന്നവരെ പറ്റിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 10-50 കോടി പോക്കറ്റിലിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ നിൽക്കാതെ നല്ല സിനിമകൾ ചെയ്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ അനുഗ്രഹീത നടനെ ഇനിയും ഒരുപാട് കാലം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം വേണം ആൻ്റണി ആദ്യം ചിന്തിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.